നമസ്കാരം. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം സുപ്രധാനവും ശക്തവുമാണെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുരോഗതിയും വളർത്തുവാൻ സഹായിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അടുത്ത ആഴ്ച ഓസ്ട്രേലിയ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആൽബനീസിയുടെ ഈ വാക്കുകൾ. വാർഷിക ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന തന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂലൈ 6 ഇന്തോനേഷ്യയിൽ തുടങ്ങി 11 ന്യൂസിലാൻഡിൽ അവസാനിക്കുന്ന മോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് മെൽബണിലെ ഓസ്ട്രേലിയൻ സന്ദർശനം. ജൂലൈ 8 മുതൽ 10 വരെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ ഉണ്ടാവുക. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഓൺലൈനിലൂടെ വധഭീഷണി. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഭീഷണി സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. സംഭവത്തെ അതീവ ഗൌരവത്തോടെയാണ് ഓസ്ട്രേലിയൻ ഭരണകൂടം കാണുന്നത്. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മെൽബണിലെ ഇന്ത്യൻ വംശജർ ഒത്തുചേർന്ന് സംഘടിപ്പിക്കുന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന വൻ ജനകീയ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഭീഷണി സന്ദേശം പ്രത്യക്ഷപ്പെട്ടത്. ഓസ്ട്രേലിയയിൽ വന്നാൽ മരണമായിരിക്കും ഫലമെന്നായിരുന്നു കമന്റിലൂടെയുള്ള ഭീഷണി. കൂടാതെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്ന സ്റ്റേഡിയം മുൻകൂട്ടി അടച്ചിടുന്നതാണ് നല്ലതെന്നും സന്ദേശത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുവാനാണ് സുരക്ഷാ ഏജൻസികളുടെ തീരുമാനം. ഓസ്ട്രേലിയയിൽ VFS ഗ്ലോബൽ വഴിയുള്ള വിസ പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതുമൂലം പ്രവാസികൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരമായി ഇടക്കാല സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് എറണാകുളം MP ഹൈബി ഈഡൻ അയച്ച കത്തിന് നൽകിയ മറുപടിയിലാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഡൽഹി ഹൈക്കോടതിയിലെ നിയമന നടപടികൾ കാരണം സേവനങ്ങൾ തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അടിയന്തര ആവശ്യങ്ങളുള്ള വർക്ക് കൌൺസിലേറ്റുകൾ വഴി നേരിട്ട് ഇടക്കാല സംവിധാനങ്ങൾ ഒരുക്കുന്നത് പരിഗണിക്കുമെന്നും നിയമപരമായ തടസ്സങ്ങൾ വേഗത്തിൽ നീക്കുവാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Do you see what I see? It's my light, it's my shine, it's divine, it's beautiful. Nature's masterpieces crafted in natural diamond jewelry. Malabar Gold and Diamonds presents Nuva, nature's finest creations. ഒരു കല്യാണം ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ ഓപ്ഷൻസ് കുറവാണ്. ആര് പറഞ്ഞു? ചേട്ടന്റെ മോൾക്ക് ഏത് തരത്തിലുള്ള ചെക്കനെ വേണ്ടത്? സ്വദേശം, വിദേശം, ഓസ്ട്രേലിയ, UK, കാനഡ, ന്യൂസിലൻഡ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇറ്റലി, ജർമ്മനി, മലേഷ്യ, മാൾട്ട, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ്. അങ്ങനെ അവരുടെ സേവനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവ്. എന്തൊക്കെയായാലും എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഫ്രീഡം റെസ്പെക്ട് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓഷ്യാനിയ മാട്രിമോണി ഉണ്ടോ? പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പൊ തോമസ് കല്യാണത്തിന് വിളിക്കാം. ഓഷ്യാനിയ മാട്രിമോണി, കണക്ടിംഗ് ഹാർട്ട്സ്, ക്രിയേറ്റിംഗ് ഫോറെവർ. ന്യൂ സൌത്ത് വെയിൽസിൽ അടുത്ത തലമുറയിൽപ്പെട്ട അത്യാധുനിക ട്രെയിനുകളുടെ നിർമ്മാണത്തിനായി സർക്കാർ വൻ നിക്ഷേപത്തിനൊരുങ്ങുന്നു. ഹണ്ടർ മേഖലയിലെ നിർമ്മാണ മേഖലയ്ക്ക് കരുത്തു പകരുന്നതിനായി അടുത്ത 15 വർഷത്തിനുള്ളിൽ $12 കോടി ഭീമമായ നിക്ഷേപം നടത്തുമെന്നാണ് പ്രഖ്യാപനം. സിഡ്നിയിലെ പഴയ തങ്കാര ട്രെയിനുകൾക്ക് പകരമായി പുതിയവ എത്തിക്കുന്നതിനുള്ള ഈ വൻ പദ്ധതി പ്രീ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രീമിയർ പ്രഖ്യാപിച്ചത്. പദ്ധതിക്കായി ഹണ്ടർ മേഖലയിലെ ഗ്ലെൻകോറിന്റെ ഉടമസ്ഥതയിലുള്ള ടെരാബെയിലെ മുൻ കൽക്കരി ഖനിയോ അല്ലെങ്കിൽ ബ്രോഡ് മെഡോ ലോക്കോമോട്ടീവ് ഡിപ്പോയോ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. വിദേശ നിർമ്മാതാക്കളിൽ നിന്ന് ട്രെയിനുകൾ വാങ്ങുന്നതിന് പകരം സ്വന്തം നാട്ടിലെ വ്യവസായ മേഖലയിൽ നിക്ഷേപം നടത്തി തദ്ദേശീയമായി ട്രെയിനുകൾ നിർമ്മിക്കുവാനാണ് സർക്കാർ താൽപര്യപ്പെടുന്നതെന്ന് ക്രിസ് മിൻസ് വ്യക്തമാക്കി. ന്യൂ സൌത്ത് വെയിൽസിൽ ആദ്യമായി H5N1 പക്ഷിപ്പനിയുടെ സംശയാസ്പദമായ കേസ് കണ്ടെത്തി. ഇതോടൊപ്പം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും പുതുതായി ഒരു കുടിയേറ്റ കടൽ പക്ഷിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ പക്ഷിപ്പനി ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ പക്ഷികളിൽ നിന്നുള്ള സാമ്പിളുകൾ അന്തിമ സ്ഥിരീകരണ പരിശോധനകൾക്കായി CSIRO ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. നിലവിൽ കോഴി വളർത്തൽ മേഖലയിലേക്കോ മനുഷ്യരിലേക്കോ രോഗവ്യാപനം ഉണ്ടായതായി യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.
നാടകീയതയും തർക്കങ്ങളും കനത്ത പോരാട്ടവും നിറഞ്ഞ ലോകകപ്പ് റൌണ്ട് ഓഫ് 32 പോരാട്ടത്തിൽ ഓസ്ട്രേലിയയ്ക്ക് കണ്ണീർ മടക്കം. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതിനെ തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഓസ്ട്രേലിയയെ തകർത്ത് ഈജിപ്ത് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. ഷൂട്ടൌട്ടിൽ ഈജിപ്ത് എടുത്ത 4 കിക്കുകളും വലയിലെത്തിച്ചപ്പോൾ ഓസ്ട്രേലിയയുടെ ഹാരി സൌട്ടറും ലൂക്കാസ് ഹാരിംഗ്ടണും കിക്കുകൾ ക്രോസ് ബാറിന് മുകളിലേക്ക് അടിച്ചു കളഞ്ഞ് വില്ലന്മാരായി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കോച്ച് റോണി പോപ്പോവിച്ച് നടത്തിയ വൻ ഗോളി പരീക്ഷണവും പരാജയപ്പെട്ടത് സോക്രൂസിന് കനത്ത തിരിച്ചടിയായി. ഉറുഗ്വേക്കാരനായ റഫറി ഗുസ്താവോ ടെജേറയുടെ പല തീരുമാനങ്ങളും മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഓസ്ട്രേലിയൻ ക്യാമ്പിൽ കടുത്ത അമർഷമുണ്ടാക്കിയിരുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഈജിപ്ഷ്യൻ പ്രതിരോധ താരം റാമി റാബിയ നടത്തിയ അപകടകരമായ ട്രാക്കിംഗിൽ ഓസ്ട്രേലിയയുടെ സൂപ്പർ താരം ജോർഡി പോസിന്റെ കാലിന് ഗുരുതരമായി പരിക്കും ഏറ്റു. എവിടെ ഉണ്ടെങ്കിലും ഓൺലൈനിൽ നമ്മൾ സാധനം ഉണ്ട്. അത് പഞ്ചായത്തിലായാലും ബ്രാഞ്ചക്കാരും സർക്കാരിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും 2-3 ദിവസം സംഗതി എത്തിയിരുന്നു. ഇപ്പം വിക്ടോറിയയിലെ എല്ലാ കടയിലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മേടിക്കണം. ലോകകപ്പ് ഫുട്ബോളിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലെ ദൌർഭാഗ്യകരമായ തോൽവിയോടെ സോക്കറോസ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ മെൽബണിൽ സംഘർഷം. മത്സരത്തിനിടെ ഫ്ലയറുകൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് 4 പേരെ വിക്ടോറിയ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടും തണുപ്പിനെ അവഗണിച്ച് 10,000-കണക്കിന് ആരാധകരാണ് സോക്കറോസിന്റെ അവസാന ലോകകപ്പ് മത്സരം കാണുവാനായി തത്സമയ സ്ക്രീനിംഗ് കേന്ദ്രങ്ങളിൽ ഒത്തുകൂടിയത്. ഏകദേശം 7,500ഓളം ആളുകൾ ഉണ്ടായിരുന്ന ഫെഡറേഷൻ സ്ക്വയറിൽ മത്സരത്തിനിടെ 11 ഫ്ലയറുകളും ഒരു സ്മോക്ക് എമിറ്ററും ആരാധകർ കത്തിച്ചു. ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിയുടെ ഓൺ ഗോളിന്റെ കരുത്തിൽ ഓസ്ട്രേലിയ ഒപ്പമെത്തിയതോടെയാണ് ആരാധകർ ആവേശത്തിലാവുകയും ഫ്ലയറുകൾ കത്തിച്ചെറിയുകയും ചെയ്തത്. സംഭവത്തിൽ അപകടകരമായ രീതിയിൽ മിസൈൽ എറിഞ്ഞതിനും അനധികൃതമായി ഫ്ലയറുകൾ കൈവശം വെച്ചതിനുമാണ് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വനിതാ 2020 ലോകകപ്പിന്റെ കിരീടം തേടിയ അജയ്യരായ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇന്ന് നേർക്കുനേർ കൊമ്പുകോർക്കും. ടൂർണമെന്റിൽ ഇതുവരെ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇരു വൻ ശക്തികളും ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. 12 ടീമുകൾ മാറ്റിവെച്ച ലോകകപ്പിലെ ഏറ്റവും മികച്ച 2 ടീമുകളാണ് കലാശ പോരാട്ടത്തിനെത്തുന്നത്. 6 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തങ്ങളുടെ 7ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ വനിതാ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 150ാം വിജയമെന്ന നാഴികക്കല്ലും അവർക്ക് മുന്നിലുണ്ട്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടിയാണ് പിന്തുണ പിൻവലിക്കുവാനുള്ള തീരുമാനമെടുത്തത്. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കമുണ്ടായതിന് പിന്നാലെയാണ് നടപടി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.